പ്രവാചകൻ പറഞ്ഞു, വഴിതെറ്റിവന്ന ഒട്ടകം ആട്ടപ്പെടുന്ന പോലെ കുറേ ആളുകൾ എൻ്റെ ഹൗദിനെ തൊട്ട് ആട്ടപ്പെടും. ഞാൻ അവരെ വിളിക്കും, ഓ വരൂ. അപ്പോൾ പറയപ്പെടും, നിശ്ചയം നിങ്ങൾക്ക് ശേഷം അവർ മതത്തിൽ മാറ്റം വരുത്തി. അപ്പോൾ ഞാൻ പറയും, ദൂരെ ദൂരെയാകട്ടെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഒരു സന്ദർഭമായിരിക്കും അത്. പ്രവാചകനും അനുയായികളും നമ്മെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച ഇസ്ലാമിക ജീവിതക്രമത്തിൽ മാറ്റം വരുത്തുകയോ പുതിയ പുതിയ ആചാരാനുഷ്ഠാനങ്ങൾക്ക് രൂപം നൽകുകയോ ഉള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയോ ചെയ്യുന്നവരും അവരെ പിൻപറ്റുന്നവരുമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. 70-ൽ പരം വിഭാഗങ്ങളായി തൻ്റെ സമുദായം മാറുമെന്നും അവരിൽ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നും അവിടുന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ വിഭാഗത്തിൻ്റെ അടയാളമായി അവിടുന്ന് പറഞ്ഞത് എൻ്റെയും എൻ്റെ അനുചരന്മാരുടെയും പാത പിന്തുടരുന്നവർ എന്നാണ്. ആകയാൽ നാം മതത്തിൻ്റെ ഭാഗമായി എന്ത് ചെയ്യുമ്പോഴും അത് പ്രവാചകനും അനുയായികളും ചെയ്ത രൂപത്തിലും ഭാവത്തിലും ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രത്യക്ഷത്തിൽ നന്മയാണ് എന്ന് തോന്നുന്നതെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നന്മയായിരിക്കണമെന്നില്ല. ഇനിയൊരു തിരിച്ചുവരവും തിരുത്തലും സാധ്യമല്ലെന്ന് നാം എപ്പോഴും ഓർമ്മിക്കണം, ആര് എന്ത് തന്നെ പറഞ്ഞാലും.